ഓം ശാന്തി. ബാബ സ്നേഹം തന്നു. സ്നേഹത്തോടെ എന്തെല്ലാം ശബ്ദങ്ങൾ ഉച്ചരിച്ചുവോ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. പ്രേമത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുമ്പോൾ മറ്റെല്ലാം മറക്കും. എന്താണോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവയെല്ലാം മറക്കും. പഴയതും അന്യവുമായ കാര്യങ്ങൾ അല്പമെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ തൻ്റെ ശത്രുവാവുക എന്നാണ്. ആരും ആരുടെയും ശത്രുവല്ല. പഴയതും അന്യവുമായ കാര്യമാണ് ശത്രു. പരസ്പരം എന്തെങ്കിലും ആവശ്യമില്ലാത്തത് പറയുന്നത് ബാബയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. സദാ ഏത് കാര്യമാണ് സംസാരിക്കേണ്ടത്? ഞാൻ ആരാണ്? എൻ്റേത് ആരാണ്? ആദ്യം വീട്ടിൽ പോകണം, പിന്നെ സുഖധാമത്തിലേക്ക് വരണം. ഇത്രമാത്രം. കൂടുതലായി സംസാരിക്കേണ്ടതില്ല. ശുദ്ധവും ശാന്തവും ശ്രേഷ്ഠവുമായ ആത്മാവായി വേണം പോകാൻ. കർമ്മബന്ധനത്തിൻ്റെ എല്ലാ കണക്കുകളും തീർത്ത് വേറിട്ടവരായി നമ്മൾ പോവുകയാണ്. ഈ ജന്മം അമൂല്യമാണ്. നമ്മൾ ഈശ്വരൻ്റെ കുട്ടികളാണ്. നമുക്ക് ബാബയ്ക്ക് സമാനമാകണം എന്നൊരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ ഓരോ ദിവസവും ബാബ പാഠം ഉറപ്പിച്ചു തരികയാണ്. ബാബയും നിങ്ങളും തമ്മിൽ ഒരു അന്തരവും ഉണ്ടായിരിക്കരുത്. ബാബയ്ക്ക് സമാനമാകൂ. പവിത്രത, സുഖം, ശാന്തി, പ്രേമം, ആനന്ദം എന്നിവയിൽ മുഴുകിയിരിക്കൂ. ഈ താല്പര്യം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പവിത്രതയിൽ യോഗബലം ഉണ്ട്. അതിനാൽ നമ്മുടെ ഈ ബലത്തിന് വളരെ മഹത്വമുണ്ട്. എത്ര ഗുണങ്ങൾ ബാബയിലുണ്ടോ അവയെല്ലാം ധാരണ ചെയ്ത് മഹിമായോഗ്യരാകണം. ബാബ ഇങ്ങനെയാണ് എന്ന് പാടിയാൽ മാത്രം പോരാ. ഗുണവാനാകുന്നതിനായി ദിവസവും ബാബയുടെ മുരളി ലഭിക്കുന്നു. ഒരു അവഗുണവും ഉണ്ടായിരിക്കരുത്. ഉച്ചത്തിൽ സംസാരിക്കരുത്. മധുരമായി സംസാരിക്കണം. ഈശ്വരൻ്റെ ഗുണങ്ങൾ ധാരണ ചെയ്യുകയാണ്. എത്ര ധാരണ ചെയ്യുന്നുവോ അതനുസരിച്ച് പദവി നേടുന്നു. ഞാൻ ആര്, എൻ്റേത് ആര് എന്ന സ്മൃതിയിലിരിക്കൂ. ബാബ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ അത് നല്ലതാണ്. എന്ത് നടക്കുമോ നല്ലത് തന്നെ നടക്കും എന്നത് ഉറപ്പാണ്. എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുവോ അത് നല്ലത്. ഈ വാക്കുകൾ ഒരിക്കലും മറക്കരുത്.